ഇപ്പം ഞാൻ എങ്ങനെയാണ് മാപ്പ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ടും നമുക്ക് എന്തോ ഒരു മനസ്സിലാക്കാൻ പ്രയാസങ്ങളൊക്കെ തോന്നും. നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള മാപ്പ് കിട്ടിയല്ലോ. ഇതിനകത്ത് ശരിക്കും നോക്കിയാൽ നോർത്ത് അടയാളപ്പെടുത്തിയിട്ടില്ലേ ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നോർത്ത് അടയാളപ്പെടുത്തിയ ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, മാപ്പ് കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മളൊന്ന് വടക്കോട്ട് തിരിയണം. നമ്മുടെ കയ്യിലുള്ള ഈ സ്കെച്ചും വടക്കോട്ട് ഉള്ള രീതിയിലായി ആരോ കാണുന്ന രീതിയിൽ തന്നെ പിടിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ആ ഭൂമി നമുക്ക് നൽകിയിരിക്കുന്ന ആ ബിൽഡിങ്ങുകളുടെ രൂപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ വെക്കുന്ന വടക്കെന്താ? അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടതോ വടക്ക് എവിടെയാണ്? അപ്പോൾ വടക്ക് അങ്ങോട്ടാണ്. അപ്പോൾ അതേ ദിശയിലേക്ക് തന്നെ നമ്മൾ ഈ സ്കെച്ച് വെക്കണം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന പേപ്പറോ അങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിനകത്ത് നോർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മാപ്പിൽ നോർത്ത് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ വെസ്റ്റ് മുതൽ ആരംഭിച്ച് ഇങ്ങനെ പോകട്ടെ. അത്രേ ഉള്ളൂ സ്കെച്ചിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എല്ലാം റെഡിയായോ? കുറച്ചും കൂടി ആയല്ലോ. സെൻസസ് എന്യൂമറേറ്റർമാരായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൻ്റെ ലേഔട്ട് മാപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ നോക്കാം. അതിനുവേണ്ടി നമുക്കൊന്നുകിൽ നമ്മുടെ എന്യൂമറേഷൻ മാനുവലിൽ നൽകിയിട്ടുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള ആ ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു A4 സൈസ് ഷീറ്റിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ വലതേ സൈഡിൽ ഇങ്ങനെ ഒരു ആരോ കൊടുക്കുക. എന്നിട്ട് എന്നെ രേഖപ്പെടുത്തിയാൽ ഈ കാണുന്ന ദിശ വടക്കോട്ട് നോർത്തിലേക്ക് ആണെന്നുള്ള സൂചകമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും താഴോട്ട് വരുമ്പോൾ സൗത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയ ഈ ഷീറ്റിൽ നമ്മുടെ ലേഔട്ട് മാപ്പ് ആരംഭിക്കേണ്ടത് നോർത്ത് വെസ്റ്റിൽ നിന്നാണെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നോർത്താണ്. നോർത്തിൻ്റെ ഇടത്തെ സൈഡിൽ ഇങ്ങേയറ്റമാണ് വെസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റ് ഭാഗത്ത് നിന്നായിട്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. സാധാരണയായി നമുക്ക് നാച്ചുറലായിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ളതോ ബൗണ്ടറി ഉണ്ടാകും. ആ ബൗണ്ടറിക്കകത്തായിരിക്കും നമ്മുടെ ബ്ലോക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൻ്റെ മാപ്പ് നൽകിയിട്ടുള്ളത് നോക്കി അതിലുള്ള ബൗണ്ടറി നമ്മൾ വരച്ച് തയ്യാറാക്കേണ്ടതുണ്ട്. ഏകദേശം ഉദാഹരണത്തിന് നമുക്കിങ്ങനെ വരയ്ക്കാം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാപ്പ് തയ്യാറാക്കുമ്പോൾ ഇത് നോർത്താണ്. നോർത്തിൻ്റെ വെസ്റ്റ് ഭാഗത്തു നിന്നായിരിക്കണം നമുക്ക് ആരംഭിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള പ്രദേശം ആ ഒരു ബ്ലോക്കിൽ നമ്മൾ ചെന്നിട്ട് നോർത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ നിൽക്കുക. അതായത് നോർത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ നമ്മളിപ്പോൾ നിൽക്കുന്ന നോർത്തിലേക്ക് നോക്കിയാണ് നമ്മൾ നിൽക്കുന്നത്. ആ നോർത്തിൻ്റെ വെസ്റ്റ് സൈഡ് എന്നുള്ളത് ഇവിടെയാണ്. ഇവിടെ ഏകദേശ ബൗണ്ടറി എന്നുള്ളത് ഇവിടെ ഒരു റോഡുണ്ട്, ഇവിടെ ഒരു ഇടവഴിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു വീട് ഉണ്ട് എങ്കിൽ ആ വീട് നമ്മൾ ചെറുതായിട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തുന്നത് പക്ക കെട്ടിടമായിരിക്കും. അതുപോലെ തന്നെ ഈ നോർത്ത് വെസ്റ്റിൻ്റെ തൊട്ട് അടുത്ത്, അതായത് കിഴക്ക് ഈസ്റ്റ് ഭാഗത്തായിട്ട് വീടുകളുണ്ട് എങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ നമ്മൾ ഉള്ള വീടുകൾ പക്ക ഹൗസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള മാർക്കിങ്ങും, കച്ച ഹൗസ് ആണ് എങ്കിൽ
ഇത്തരത്തിലുള്ള ട്രയാങ്കിൾ ഷേപ്പ്, അതുപോലെ തന്നെ പക്ക ഹൗസിന് സമചതുരത്തിലുള്ള ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ വരച്ച് തയ്യാറാക്കുക. ഇതിനിടയിൽ എന്തെങ്കിലും ചെറിയ ഇടവഴി ഉണ്ടോ എങ്കിൽ ആ ഇടവഴി നമ്മൾ വരയ്ക്കുക. അതിനുള്ളിൽ ഇതേപോലെ ഒന്നാമത്തെ വീട് ഇവിടെ രേഖപ്പെടുത്തി, രണ്ടാമത്തെ വീട്, മൂന്നാമത്തെ വീട്, നാലാമത്തെ വീട്, അടുത്തത് ഇവിടെ വീടുണ്ട് എങ്കിൽ അതിങ്ങനെ രേഖപ്പെടുത്തി, ഇവിടെ ഒരു കച്ച വീടാണെങ്കിൽ അതായത് ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തി മുന്നോട്ട് നമ്പറിട്ട് നമുക്ക് പോകാൻ കഴിയും. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസാണുള്ളത് എങ്കിൽ PO എന്നുള്ള നിലയിൽ മാർക്ക് ചെയ്ത് അങ്ങനെ ഈ ഭാഗത്തുള്ള ഇവിടെയും ഒക്കെയുള്ള ആ കെട്ടിടങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഇങ്ങനെ ഉള്ളത് കാരണം ഈ ബ്ലോക്ക് പൂർത്തിയായതിനു ശേഷം വീണ്ടും ഇവിടെ രേഖപ്പെടുത്തി, ഇവിടെയുള്ള വീടുകൾ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് രേഖപ്പെടുത്തി ഇത്തരത്തിൽ നമുക്ക് കറങ്ങി വന്ന് ഏറ്റവും അവസാനം ആയിട്ട് സൗത്ത് ഭാഗത്ത് വെസ്റ്റിലോ അല്ലെങ്കിൽ ഈസ്റ്റിലോ ആയിട്ട് നമുക്ക് നമ്മുടെ ബ്ലോക്കിലുള്ള ബ്ലോക്കിൻ്റെ മാപ്പിംഗ് നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ നോർത്ത് വെസ്റ്റിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ഓരോരോ ചെറിയ ലൈനുകൾക്കുള്ളിലുള്ള വീടുകൾ മാർക്ക് ചെയ്ത് കടന്നു വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോരോ ഭാഗം തീർത്ത് ഈ സർപ്പൻറ്റൈൻ മോഡലിൽ നമുക്കിത് പൂർത്തിയാക്കി ഏറ്റവും അവസാനം ഇങ്ങേയറ്റത്ത് ഇവിടെ ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ വെസ്റ്റിലോ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒന്നാമത്തെ വീടിന് ലോക്കൽ ബോഡി ഇട്ടിരിക്കുന്ന നമ്പർ എന്താണോ അതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. 2 തൊട്ട് താഴെ വരുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്താണ് അടുത്ത വീടെങ്കിൽ ഇവിടെ രേഖപ്പെടുത്താം. അങ്ങനെ ഇങ്ങനെ നേരെ പോകുന്ന രീതിയിൽ സർപ്പൻറ്റൈനായിട്ട് ഓരോ ലൈനും കറക്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ പക്ക ഹൗസുകളാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കച്ച ഹൗസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു, കച്ച ഹൗസ്. അതുപോലെ തന്നെ ഒരു ചർച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നു നമ്മുടെ ഈ മാപ്പിൽ തയ്യാറാക്കി കഴിയുമ്പോൾ. അതുപോലെ തന്നെ പാർക്കുണ്ട്, ഇവിടെ അതാ ഒരു കുളം, പോണ്ടുണ്ട്, ഒരു മന്ദിർ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഇവിടെ ഒരു റോഡ് ബൗണ്ടറി ഉണ്ട്, അതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും റോഡ് ഉള്ളതായിട്ട്, ഒരു ബൗണ്ടറി ഉള്ളതായിട്ട് നമുക്ക് കാണാം, റോഡ് ബൗണ്ടറി ആയിട്ട് ഉപയോഗിക്കുന്നു. 4 വശത്തും ബൗണ്ടറികൾ തിരിച്ചുകൊണ്ട് ഉള്ളിൽ ഉള്ള ചെറിയ ലൈനുകൾ അല്ലെങ്കിൽ ചെറിയ ഹൗസിംഗ് പ്ലോട്ടുകൾ അതൊരു ഇടവഴിയോ അല്ലെങ്കിൽ ചെറിയ റോഡ് വഴിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ ബ്ലോക്കുകളായിട്ട് എടുത്തിട്ട് ഇത്തരത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ്.